ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡിന്റെ ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഹൗ ഫാർ എവേ ആർ ദ സ്റ്റാർസ്? ദേ ക്യാൻ ബി സീൻ വെരി ക്ലോസ് വെൻ വ്യൂഡ് ത്രൂ ദിസ്. അതായത് ഈ കുട്ടി പറയും നക്ഷത്രങ്ങളൊക്കെ ഒരുപാട് ദൂരെ അകലത്താണുള്ളത് അല്ലെ, പക്ഷെങ്കിൽ ഈ ഒരു സാധനത്തിലൂടെ, ഇതെന്താണ്, ടെലസ്കോപ്പ് ആണ് അല്ലെ, ഈ ഒരു സാധനത്തിലൂടെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് അല്ലെ, കുറച്ച് ക്ലോസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. ഹൗ ഡസ് എ ടെലസ്കോപ്പ് മേക്ക് ഡിസ്റ്റന്റ് ഒബ്ജക്ട് അപ്പിയർ സോ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ക്ലോസ്? ഈ ഒരു ടെലസ്കോപ്പ് എങ്ങനെയാണ് ദൂരെയുള്ള വസ്തുക്കളെ വേർതിരിച്ച് കാണിക്കാനും ക്ലോസ് ആയിട്ട് കാണിക്കാനും സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ ഈ ചാപ്റ്ററിലൂടെയാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഹാവ് യു എവർ ഹാഡ് സച്ച് ഡൗട്ട്? നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഡൗട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവ് ഫിഗർ 2.1. Have you noticed older people using reading lenses to make letter appear larger? ഇവിടെ എന്താ, ഈ ഒരു ചിത്രം നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിലെ ഒരു പ്രായമുള്ള അച്ചാച്ചൻ അല്ലെ, ഒരു അച്ചാച്ചൻ എന്ത് ചെയ്യുന്നുണ്ട്, പേപ്പറോ അല്ല എന്തോ ബുക്കോ പോലെയുള്ള എന്തോ ഒരു സംഭവം വായിക്കുന്നുണ്ട് അല്ലെ. കയ്യിൽ എന്താണ്, എന്തോ ഒരു ലെൻസും ഉണ്ട് അല്ലെ, എന്തോ ഒരു ലെൻസും ഉണ്ട് അല്ലെ, റീഡിങ് ലെൻസ് ഉണ്ട് അല്ലെ. ഇത് വെച്ച് വായിക്കുമ്പോൾ അക്ഷരങ്ങളൊക്കെ എന്താ വലുതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. വേർ എൽസ് ആർ ലെൻസസ് യൂസ്ഡ്? റൈറ്റ് ദം ഡൗൺ. എവിടെയൊക്കെയാണ് നമ്മൾ ലെൻസസ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയൊക്കെയാണ്? ഒന്നാമത്തത് ടോയ്സിൽ അല്ലെ, ടോയ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്പെക്ടക്കിൾസ് അതായത് കണ്ണടകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡോർ ലെൻസ്, ഡോറിന്റെ ലെൻസ്, അതായത് നമ്മളുടെ വീടുകളിലൊക്കെ കാണാനായിട്ട് പറ്റും അല്ലെ, അകത്തുനിന്ന് ഒരു കുഞ്ഞൊരു ഹോള് പോലെ ഉണ്ടാവും അല്ലെ ഡോറുമ്മൽ. അപ്പൊ എന്താ, അതിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ളതൊക്കെ കാണാനായിട്ട് പറ്റും അല്ലെ. പിന്നെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ക്യാമറ അല്ലെ, ക്യാമറയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയാ, ടെലസ്കോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. What makes these lenses different from a sheet of glass? Let's examine. അതായത് ലെൻസസും ഒരു ഷീറ്റ് ഗ്ലാസും തമ്മിൽ എന്താണ് വ്യത്യാസം, എന്താണ് വ്യത്യാസം, അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. Allow sunlight to fall on a paper through a thin sheet of glass. വാട്ട് ഈസ് ഒബ്സർവ്ഡ്? ഇവിടെ രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ഒരു ചിത്രത്തിൽ ഒരാളുടെ കയ്യിൽ പിടിച്ചിട്ടുള്ളത് ഒരു ഷീറ്റ് ഓഫ് ഗ്ലാസ് ആണ് കേട്ടോ. സാധാരണ ഒരു ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഗ്ലാസ്സിലൂടെ എന്തിനെയാണ് കടത്തിവിടുന്നത്? സൂര്യപ്രകാശം അല്ലെ, സൺലൈറ്റ് അല്ലെ. സൺലൈറ്റ് ഈ ഗ്ലാസ്സിലൂടെ പോയിട്ട് ഇവിടെ ഒരു പേപ്പർ ഉണ്ട് അല്ലെ, ഈ പേപ്പറിലേക്ക് പതിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. അതുപോലെ വാരി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പേപ്പർ ആൻഡ് ദ ഗ്ലാസ് ഷീറ്റ്. വാട്ട് ഡു യു ഒബ്സർവ്? ഈ ഒരു ഗ്ലാസ് ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ് ഷീറ്റ് ഒന്ന് താഴ്ത്തി നോക്കാനും പൊക്കി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റിയത് എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ഒബ്സർവ് ചെയ്തത്? ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ സൈസ് ഓഫ് ദ ഇല്യൂമിനേറ്റഡ് പാർട്ട് ഡസ് നോട്ട് ചേഞ്ച് വെദർ ദ ഗ്ലാസ് ഷീറ്റ് ഈസ് നിയർ ഓർ ഫാർ ഫ്രം ദ പേപ്പർ അല്ലെ. ഇവിടെ ഈ ഒരു പേപ്പറിൽ എന്താ, സൂര്യന്റെ പ്രകാശം വന്ന് വീണിട്ടുണ്ടാവും അല്ലെ. പക്ഷെ ഈ ഒരു ഗ്ലാസ് ഷീറ്റ് താഴോട്ടും മേലോട്ടും, അതായത് ഇതിൻ്റെ ഒരു എന്ത് മാറ്റാല്, അതായത് പേപ്പറിൽ നിന്നുള്ള അകലം ദൂരോട്ടും മേലോട്ടും അടുത്തോട്ടും ദൂരോട്ടും ആക്കി കഴിഞ്ഞാലും ഈ ഒരു പേപ്പറിൽ വന്ന് വീഴുന്ന സൂര്യന്റെ പ്രകാശം മാറുന്നില്ല അല്ലെ. അതായത് ഇല്യൂമിനേറ്റഡ് പാർട്ട് ഡസ് നോട്ട് ചേഞ്ച് അല്ലെ. ഇത് ഈ ഗ്ലാസ് ഷീറ്റ് എവിടെ വെച്ച് കഴിഞ്ഞാലും ഈ ഒരു പാർട്ടിൽ തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്, സൂര്യന്റെ പ്രകാശം വന്നിട്ടുള്ളത് അല്ലെ. ഡു ദ സെയിം ആക്ടിവിറ്റി യൂസിങ് റീഡിങ് ലെൻസസ്. ഈ സെയിം ആക്ടിവിറ്റി എന്തുപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു റീഡിങ് ലെൻസ് അല്ലെ. മുന്നേ ഒരു അച്ചാച്ചൻ ഒരു പേപ്പർ വായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അക്ഷരങ്ങളൊക്കെ കുറച്ച് വലുതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതേമാതിരിയുള്ള ലെൻസ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതേ ആക്ടിവിറ്റി ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്താണ് നിങ്ങൾ നിരീക്ഷിച്ചത്?
Note that when the lens is held at a specific distance from the paper, the size of the illuminated area is greatly reduced and the intensity of light at that area increases. ഈ സെയിം എക്സ്പെരിമെൻ്റ് ആണ് നമ്മളൊരു ലെൻസ് വെച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇവിടെ ഗ്ലാസ് ഷീറ്റ് ആണെങ്കിൽ ഇവിടെ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്, ലെൻസ് ആണ് അല്ലേ. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം ലെൻസിൽ വന്നിങ്ങനെ വീണ് അല്ലേ, ലെൻസിൽ വന്നിങ്ങനെ വീണ് ഇവിടെ എന്തുണ്ട്, ഒരു പേപ്പറിൻ്റെ ഷീറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലെൻസ് നമ്മൾ താഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ പൊക്കുമ്പോൾ എന്താണ്, ഈ ലെൻസിൻ്റെ ഡിസ്റ്റൻസ്, അതായത് പേപ്പറിൽ നിന്നും ലെൻസിലുള്ള ഡിസ്റ്റൻസ് താഴ്ത്തുമ്പോഴോ പൊക്കുമ്പോഴോ, അതായത് ഡിസ്റ്റൻസ് മാറ്റുമ്പോൾ എന്താണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ വളരെ കുറഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഏരിയ വളരെ കുറഞ്ഞതായിട്ടും ഇൻറ്റൻസിറ്റി എന്താണ്, കൂടിയതായിട്ടും കാണാനായിട്ട് പറ്റും. എന്താണ്, ഈ ഒരു ലൈറ്റ് വന്ന് പതിക്കുന്ന ആ ഒരു ഭാഗം ഇൻറ്റൻസിറ്റി, അതായത് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്, ഭയങ്കര കൂടുതലായിട്ടാണ് ഇവിടെ ഫെൽറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, കുറേ സമയം നമ്മൾ ഇങ്ങനെ ആ ഒരു ലെൻസ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗം ഇങ്ങനെ ചൂട് പിടിച്ചു വരും അല്ലേ. അപ്പോൾ ചൂട് പിടിച്ച് എന്താവും, ഇത് അവസാനം ഈ ഒരു ഭാഗം കത്തി പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്ലാസും ലെൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഗ്ലാസ് അങ്ങനെ എന്താ ഇല്യൂമിനേറ്റഡ് പാർട്ടൊന്നും മാറൂല അല്ലേ. നമ്മൾ പേപ്പറിൽ നിന്ന് എത്ര ദൂരെയോ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട്, ഇല്യൂമിനേറ്റഡ് പാർട്ട്, ലൈറ്റ് വന്ന് വീഴുന്ന ആ ഒരു എത്രയാണോ ഏരിയയിൽ വന്ന് വീഴുന്നത് ആ ഒരു ഇത് മാറില്ല. പക്ഷെങ്കിൽ ലെൻസാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ഈ ഒരു ഇല്യൂമിനേറ്റഡ് പാർട്ട് മാറും അല്ലേ. കോൺസെൻട്രേറ്റ്, അതായത് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും, കൂടി വരും അല്ലേ. ഇൻറ്റൻസിറ്റി കൂടി അവസാനം ഈ പേപ്പർ കത്താനായിട്ട് തുടങ്ങും അല്ലേ. What feature does the lens have that the glass sheet doesn't? നമ്മൾ ഇവിടെ കണ്ടു അല്ലേ, ഈ ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ പേപ്പർ കത്തിക്കാനായിട്ട് പറ്റിയിട്ടില്ല, പക്ഷെ ലെൻസ് ഉപയോഗിച്ചപ്പോൾ ഇവിടെ കത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലെൻസും ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. നമ്മൾ കോൺകേവ് മിററും കോൺവെക്സ് മിററും പഠിച്ചിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ 9th നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ നോക്കാനായിട്ട് പോകുന്നത്, കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ് ആണ്. ഒബ്സർവ് ദ ലെൻസ് യൂസ്ഡ് ഇൻ ദ പ്രീവിയസ് ആക്ടിവിറ്റി ആൻഡ് നോട്ട് ഡൗൺ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. മുന്നേത്തെ പേജിൽ നമ്മൾ ഒരു ലെൻസിനെ കൊണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. പേപ്പർ കത്തിപ്പോയ ഒരു ലെൻസ് ഇല്ലേ, ആ ഒരു ലെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്തൊക്കെയാ, തിക്കർ ഇൻ ദ മിഡിൽ അല്ലേ. എന്താണ് ഈ ഒരു മിഡിൽ പോർഷൻ എങ്ങനെയാണുള്ളത്, ഈ ഒരു മിഡിൽ പോർഷൻ തിക്കറാണ് അല്ലേ, കുറച്ച് വണ്ണമുണ്ട് അല്ലേ. ഈ എഡ്ജസ് കൂർത്തിട്ടാണ് അല്ലേ, എഡ്ജസ് തിന്നറാണ് അല്ലേ. എഡ്ജസ് എന്താണ്, ഈ ഒരു ഭാഗവും എഡ്ജസ് എന്താണ്, തിന്നറാണ്. പക്ഷെങ്കിൽ മിഡിൽ പോർഷൻ എന്താണ്, കുറച്ചും കൂടി തിക്കർ ആണ്. പിന്നെയോ ഷോസ് ദ ഒബ്ജക്ട്സ് മാഗ്നിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അക്ഷരങ്ങളോ അല്ലെങ്കിൽ എന്ത് വസ്തുവിനെയാണോ നമ്മൾ നോക്കുന്നത് ആ വസ്തുവിനെ വലുതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ. എന്താണ്, ആ വസ്തുവിനെ എങ്ങനെ കാണാനായിട്ട് പറ്റും, വലുതായിട്ട് കാണാനായിട്ട് പറ്റും. നേരത്തെ ഒരു പിക്ചറിൽ നമ്മൾ ഒരു അച്ചാച്ച പേപ്പർ വായിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു ലെൻസ് വെച്ചിട്ട് ആ ലെൻസിൽ അക്ഷരങ്ങൾ കുറച്ചും കൂടി വലുതായിട്ട് കാണാനായിട്ട് പറ്റി അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഷോസ് ദ ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ്. പിന്നെ എന്തായിരിക്കും ഇത്, വേറെ എന്തായിരിക്കും, ഇതൊരു കൺവേർജിങ് ആയിരിക്കും. എന്താണ്, കൺവേർജിങ് ലെൻസ് ആയിരിക്കും. കൺവേർജിങ് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലേ, ആ ഒരു ചിത്രത്തിൽ എന്തായിരുന്നു കണ്ടിട്ടുള്ളത്, ലെൻസും ഗ്ലാസും തമ്മിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ ഈ ഒരു ലൈറ്റ്, പാരലലായിട്ട് വരുന്ന ലൈറ്റിനൊക്കെ എന്താ ഒരു പോയിന്റിലേക്കാണ് ഫോക്കസ് ചെയ്ത് എത്തിച്ചിട്ടുള്ളത് അല്ലേ. പാരലലായിട്ട് വരുന്ന ലൈറ്റൊക്കെ ഒരു പോയിന്റിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇതിനെയാണ് ഒരു പോയിന്റിലേക്കാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ കൺവേർജിങ് എന്ന് പറയാം കേട്ടോ. എന്താണ് പറയുക, കൺവേർജിങ് എന്ന് പറയും. പാരലലായിട്ട് വരുന്ന ലൈറ്റിനെ ഒരു പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് ആർക്ക് പറ്റുന്നുണ്ട്, ഈ ഒരു ലെൻസിന് പറ്റുന്നുണ്ട് അല്ലേ, അപ്പോൾ ഈ ഒരു ലെൻസ് എന്താണ്, കൺവേർജിങ് ലെൻസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏത് ലെൻസിനെ കുറിച്ചായിരുന്നു,
കോൺവെക്സ് ലെൻസിനെ കുറിച്ചായിരുന്നു. എന്താണ്? കോൺവെക്സ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താണ്? കോൺവെക്സ് ലെൻസ് ഷേപ്പ് ഇങ്ങനെയാണ് അല്ലെ. കോൺവെക്സ് ലെൻസ് എങ്ങനെയാ? ഈ നടുഭാഗത്ത് മിഡിൽ ഭാഗത്ത് കുറച്ചും കൂടി തിക്കർ ആയിരിക്കും, എൻഡ് ഭാഗത്തോ കുറച്ചും കൂടി തിന്നർ ആയിരിക്കും അല്ലെ. നടുഭാഗത്ത് തിക്കറും എൻഡ് ഭാഗത്ത് എന്താണ്? തിന്നറുമായിട്ടുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസുകൾ. പിന്നെ എന്താണ്? ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ്. എന്താണ്? ഒബ്ജക്റ്റ്, എന്ത് വസ്തുവിനാണോ നമ്മൾ നോക്കുന്നത് ആ വസ്തു കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത. പിന്നെ എന്താണ്? കോൺവെക്സ് ലെൻസ് എന്താണ്? ഒരു കൺവേർജിങ് ലെൻസ് ആണ് അല്ലെ. എന്താണ്? ഒരു കൺവേർജിങ് ലെൻസ് ആണ്. ആര്? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ ഷേപ്പ് പഠിക്കണം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ഭാഗം തിക്കറും ഈ രണ്ട് ഭാഗം എൻഡ് എന്താണ്? തിന്നറുമാണ്. പിന്നെ എന്താണ്? ഒബ്ജക്ട്സിനെ മാഗ്നിഫൈഡ് ആയിട്ട് കാണിക്കും. പിന്നെ എന്താണ്? കൺവേർജിങ് ലെൻസും ആണ്. ദ ലെൻസ് യു ആർ നൗ ഫെമിലിയർ വിത്ത് ഈസ് കോൾഡ് കോൺവെക്സ് ലെൻസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺവെക്സ് ലെൻസ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സച്ച് ലെൻസസ് ക്യാൻ കൺവേർജ് ലൈറ്റ് റേസ് അല്ലെ. കോൺവെക്സ് ലെൻസിന് എന്തിന്റെ കഴിവുണ്ട്? ലൈറ്റിനെ കൺവേർജ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള കഴിവ് ഉണ്ട്. കൺവേർജ് ചെയ്യിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും അല്ലെ. ലൈറ്റിനെ എല്ലായിടത്തൊന്നും ശേഖരിച്ചിട്ട് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയാം. ഒബ്സർവ് another type of lens. What are its feature? ഇത് വേറൊരു ടൈപ്പ് ലെൻസ് ആണ് കേട്ടോ. ഇതിന്റെ പേരെന്താണ്? കോൺകേവ് ലെൻസ് ആണ്. എന്താണ്? കോൺകേവ് ലെൻസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഈ നടുഭാഗം എങ്ങനെയാണുള്ളത്? നടുഭാഗം തിന്നറാണ് അല്ലെ. നടുഭാഗം തിന്നറാണ്. എൻഡ് എങ്ങനെയാണുള്ളത്? എൻഡ് എങ്ങനെയാണുള്ളത്? തിക്കറാണ് അല്ലെ. നമ്മളുടെ കോൺവെക്സ് ലെൻസ് എങ്ങനെയായിരുന്നു? കോൺവെക്സ് ലെൻസ് നടുഭാഗം തിക്കറും എൻഡ് എന്താണ്? തിന്നറുമാണ് അല്ലെ. ഇതാണ് കോൺവെക്സ് ലെൻസ്. ഇതെന്താ? നടുഭാഗം തിന്നറാണ്, എൻഡ് തിക്കറാണ്. ഇങ്ങനെയുള്ള ലെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺകേവ് ലെൻസ്. എന്താണ്? കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതിനെ ഒബ്ജക്ട്സിനൊക്കെ മാഗ്നിഫൈഡ് ആയിട്ടായിരുന്നു കാണിച്ചിട്ടുള്ളത് അല്ലെ. മാഗ്നിഫൈഡ് ആയിട്ടായിരുന്നു കോൺവെക്സ് ലെൻസ് കാണിച്ചിട്ടുള്ളത്. കോൺകേവ് ലെൻസ് അങ്ങനെ വലുതാക്കിയിട്ടല്ല കാണിക്കുക. എങ്ങനെയാ കാണിക്കുക? ഡിമിനിഷ്ഡ്. എന്താണ്? ഡിമിനിഷ്ഡ് ഇമേജസ്, ഡിമിനിഷ്ഡ് ആയിട്ടാണ് കാണിക്കുക. അതായത് ചെറിയ സൈസ്, സ്മോളർ സൈസ് ആയിട്ടാണ് കോൺകേവ് ലെൻസ് ഒബ്ജക്ട്സിനെ കാണിക്കുക. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ മാഗ്നിഫൈഡ് ഒബ്ജക്റ്റ് ആയിരിക്കും. പക്ഷെങ്കിൽ കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഡിമിനിഷ്ഡ് ആയിരിക്കും. അതായത് ചെറിയ ഇമേജസ് ആയിരിക്കും, സ്മോളർ ഇമേജസ് ആയിരിക്കും. അതുപോലെ തന്നെ try to burn a piece of paper with such lenses. Is it possible? ഈ ഒരു ലെൻസില്ലേ, ഈ ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് പേപ്പർ കത്തിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കത്തിക്കാനാവുമോ? ഇല്ല, നമുക്ക് കത്തിക്കാൻ ആവില്ല. കാരണം ഇതെന്താണ്? ഇതൊരു ഡൈവേർജിങ് ലെൻസ് ആണ്. എന്താണ്? ഡൈവേർജിങ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതൊരു കൺവേർജിങ് ലെൻസ് ആണ്. ഒരു പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. കോൺകേവ് ലെൻസ് എങ്ങനെയാ? ഡൈവേർജിങ്. അതായത് ഒരു പോയിന്റിലേക്ക് നമുക്കിങ്ങനെ എത്തിക്കാനായിട്ട് പറ്റില്ല. പകരം എന്താ? ഇങ്ങനെ ഡൈവേർജ് ചെയ്താണ് പോവുക. എന്താണ്? ഡൈവേർജ് ചെയ്താണ് പോവുക. അതുകൊണ്ട് തന്നെ കോൺകേവ് ലെൻസിനെ വിളിക്കുന്ന പേരെന്താ? ഡൈവേർജിങ് ലെൻസ് ആണ്. ചെറിയ ഇമേജസ് ആണ് ഫോം ചെയ്യുക. ഡിമിനിഷ്ഡ് ഒബ്ജക്ട്സ് അല്ലെ, ഡിമിനിഷ്ഡ് ആയിട്ടാണ് കാണിക്കുക. കോൺവെക്സ് ആണെങ്കിലോ മാഗ്നിഫൈഡ് ആണ് അല്ലെ, മാഗ്നിഫൈഡ് ആണ്. Such lenses are called concave lenses. Such lenses are called concave lenses. ഇനി ഇവിടെ ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺകേവ് ലെൻസസ് ആൻഡ് കോൺവെക്സ് ലെൻസസ് ഇൻ ദ ടേബിൾ. ആദ്യം നമുക്ക് കോൺവെക്സ് ലെൻസിനെ കൊണ്ട് എഴുതാം അല്ലെ. കോൺവെക്സ് ലെൻസ് എങ്ങനെയായിരുന്നു? സോറി, ഇങ്ങനെയല്ലേ വരക്കുമ്പോൾ ഒന്ന് മിസ്റ്റേക്ക് വന്നാണ്. കോൺവെക്സ് ലെൻസ് എങ്ങനെയായിരുന്നു നമ്മൾ വരക്കുക? നടുവിൽ തിക്കറും മേൽഭാഗത്ത് എന്താണ്? തിന്നറുമാണ് അല്ലെ. നടുവിൽ തിക്കറും മേൽഭാഗത്ത് തിന്നറും അല്ലെ. അപ്പോൾ മിഡിൽ പോർഷനിൽ എന്താണ്? തിക്കറാണ് അല്ലെ. തിക്കർ ഇൻ ദ മിഡിൽ. പിന്നെയോ തിന്നർ അറ്റ് ദി എഡ്ജസ് അല്ലെ. എന്താണ്? തിന്നർ അറ്റ് ദി എഡ്ജസ്. തിന്നർ അറ്റ് ദി എഡ്ജസിൽ എന്താണ്? തിന്നറാണ്. നടുവിൽ തിക്കറുമാണ്. പിന്നെ എന്താണ്? മാഗ്നിഫൈഡ് അല്ലെ. മാഗ്നിഫൈഡ് ഒബ്ജക്ട്സിനെയാണ്, മാഗ്നിഫൈഡ്
ഒബ്ജക്ട്സിനെയാണ് കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്നത് അല്ലെ, മാഗ്നിഫൈഡ് ഒബ്ജക്ട്സിനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്താണ്, ഇതൊരു കൺവേർജിങ് ലെൻസ് ആണ് അല്ലെ, എന്താണ്, കൺവേർജിങ് ലെൻസ് ആണ്, കൺവേർജിങ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസോ, കോൺകേവ് ലെൻസ് നടുഭാഗം മിഡിൽ എന്താണ്, തിന്നർ ആണ് അല്ലെ, തിന്നർ അറ്റ് ദി മിഡിൽ അല്ലെ, തിന്നർ ഇൻ ദി മിഡിൽ, തിന്നർ ഇൻ ദി മിഡിൽ, തിന്നർ ഇൻ ദി മിഡിൽ, മിഡില് തിന്നർ ആണ്. എഡ്ജസിലോ തിക്കർ ആണ് അല്ലെ, തിക്കർ അറ്റ് ദി എഡ്ജസ്. മാഗ്നിഫൈഡ് ഒബ്ജക്ട്സ് ആണോ, അല്ല, ഡിമിനിഷ്ഡ് ആണ് അല്ലെ, സ്മോളർ ആണ് അല്ലെ ഉണ്ടാക്കുക, ഡിമിനിഷ്ഡ്, ഡിമിനിഷ്ഡ് ആണ്. പിന്നെ എന്താണ്, ഇതൊരു ഡൈവേർജിങ് ലെൻസ് ആണ്. എന്താണ്, ഡൈവേർജിങ് ലെൻസ്, ഡൈവേർജിങ് ലെൻസ് ആണ്. അപ്പോൾ ഇതാണ് കോൺവെക്സ് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നടുവിൽ തിക്കറും എൻഡ് ഭാഗം മെലിഞ്ഞിട്ടും. കോൺകേവ് ആണെങ്കിലോ നടുവിൽ മെലിഞ്ഞിട്ടും എൻഡ് ഭാഗം എന്താണ്, എൻഡ് ഭാഗം എങ്ങനെയാണ്, കുറച്ച് തിക്കറായിട്ടും. കോൺവെക്സ് ലെൻസ് മാഗ്നിഫൈഡ് ഒബ്ജക്ട്സിനെ ഉണ്ടാക്കും, അതുപോലെ കൺവേർജിങ് ലെൻസ് ആണ്. കോൺകേവോ ഡിമിനിഷ്ഡ് ആൻഡ് ഡൈവേർജിങ് ലെൻസ് ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കൂടി നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ, അതായത് എൻ്റെ ക്ലാസ്സിൽ എന്താണോ പോരായ്മ എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തിയിട്ട് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി കൂടി നോക്കാം. ഒബ്സർവ് ദ ലെറ്റേഴ്സ് ത്രൂ ഈച്ച് ലെൻസ് ആൻഡ് മൂവ് ദ ലെൻസ് ടു വൺ സൈഡ്. വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ? അതായത് കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ രണ്ട് ലെൻസിലൂടെയും, അതായത് കോൺവെക്സ് ലെൻസിലൂടെയും കോൺകേവ് ലെൻസിലൂടെയും നമ്മൾ ബുക്കിലോ എവിടെയെങ്കിലും എഴുതി വെച്ച പേപ്പേഴ്സ് അല്ലേ, പേപ്പറിലുള്ള ലെറ്റേഴ്സ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെൻ എ കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ്, അപ്പോൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ പേപ്പറിലുള്ള ലെറ്റർ നോക്കിയതെങ്കിൽ എനിക്ക് എന്താ കാണാനായിട്ട് പറ്റുക? ലെറ്റേഴ്സ് കുറച്ചും കൂടി മാഗ്നിഫൈഡ് ആയിട്ട് എനിക്ക് കാണാനായിട്ട് പറ്റും അല്ലേ, ലെറ്റേഴ്സ് കുറച്ചും കൂടി വലുതായതുപോലെ എനിക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ദ ലെറ്റേഴ്സ് അപ്പിയർ, എന്താ ചെയ്യേണ്ടത്, ഈ ഒരു കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ കുറേ പേപ്പർ എഴുതിയിട്ടുണ്ട്, മാലാക്ക, ഇങ്ങനെ കുറേ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ മേലെയാണ് ഞാൻ കോൺവെക്സ് ലെൻസ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ലെറ്റേഴ്സ് മാഗ്നിഫൈഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ, വലുതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസ് ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുന്നതെന്ന് വിചാരിക്കുക. എന്താണ്, കോൺവെക്സ് ലെൻസിൽ ഞാൻ ഈ ഒരു ഡയറക്ഷനിലേക്ക് നീക്കുവാണെന്ന് വിചാരിക്കാം. ഈ ഒരു ഡയറക്ഷനിലേക്ക് നീക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് നീങ്ങി പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഏത് സൈഡിലേക്കാണോ നമ്മൾ ലെൻസിനെ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ലെറ്റേഴ്സ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റുക അല്ലേ. എന്താണ്, ഒബ്സർവ് ദ ലെറ്റേഴ്സ് ത്രൂ ഈച്ച് ലെൻസ് ആൻഡ് മൂവ് ദ ലെൻസ് ടു വൺ സൈഡ്. ഓരോരോ ലെൻസിലൂടെയും ഒബ്സർവ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്തേക്ക് ലെൻസിനെ മൂവ് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ എ കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ് ദ ലെറ്റേഴ്സ് അപ്പിയർ ടു മൂവ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ലെൻസ് ഇങ്ങോട്ടേക്കാ മൂവ് ചെയ്യിപ്പിച്ചതെങ്കിൽ ലെറ്റേഴ്സ് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കൂടാണ്ട് എന്നാ കാണാനായിട്ട് പറ്റുക, മാഗ്നിഫൈഡ് ആയിട്ട് അല്ലേ, എന്താണ്, മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കും ലെറ്റേഴ്സ് ഒക്കെ കാണാൻ, നല്ല വലുപ്പത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് കോൺവെക്സ് ലെൻസ്. This activity can be used as a method to distinguish between convex and concave lenses. കോൺവെക്സ് ലെൻസ് വെച്ച് നോക്കിയപ്പോൾ ലെറ്റേഴ്സ് വലുതായിട്ടും ഇങ്ങോട്ടേക്കാ നീക്കിയതെങ്കിൽ ലെറ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനിയിപ്പം നമ്മൾ കോൺകേവ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്താണ് കോൺകേവ് അല്ലെ, കോൺകേവ് എങ്ങനെയായിരുന്നു, നടുഭാഗത്ത് മെലിഞ്ഞിട്ട് അല്ലെ, തിന്നർ ഇൻ ദ മിഡിൽ ആൻഡ് തിക്കർ അറ്റ് ദി എഡ്ജസ്. കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലെറ്റർ ചെറുതായിട്ടായിരിക്കും കാണുക. എങ്ങനെ, ലെറ്റർ ചെറുതായിട്ടായിരിക്കും കാണുക. ഞാൻ ഈ ലെൻസ് ഇങ്ങോട്ടേക്ക് നീക്കിയെന്ന് വിചാരിക്കും, അപ്പോൾ ലെറ്റേഴ്സും ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് നീങ്ങുക.
കോൺവെക്സിന് എങ്ങനെയായിരുന്നു, ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടുണ്ടെങ്കിൽ ലെറ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു നീങ്ങുക അല്ലെ. പക്ഷെ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എന്താ, ലെറ്റേഴ്സ് ഡിമിനിഷ്ഡ് ആയിരിക്കും അല്ലെ, സ്മോളർ ആയിട്ടാണ് കാണുക. ഏത് ഡയറക്ഷനിലേക്കാണോ ലെൻസിനെ നീക്കിയത് ആ ഡയറക്ഷനിലേക്ക് തന്നെയാണ് ആരും നീങ്ങുക, ലെറ്റേഴ്സും നീങ്ങി പോവുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ലെൻസ് തന്ന്, കോൺകേവ് ലെൻസും തന്ന് കോൺവെക്സ് ലെൻസും തന്ന്. അപ്പോൾ കോൺകേവ് ലെൻസ് ഏതാ കോൺവെക്സ് ലെൻസ് ഏതാന്ന് നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക, ആദ്യം എങ്ങനെയാണ് നോക്കുക അല്ലെ. നടു തടിച്ചതാണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും, നടു മെലിഞ്ഞതാണെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആയിരിക്കും അല്ലെ. ഇനിയിപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യാനാവുന്നില്ല എന്ന് വിചാരിക്കുക, നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാനാവുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം എന്താ ചെയ്യുക, നമ്മൾ 2 ലെൻസും ഏതെങ്കിലും ലെറ്റേഴ്സിന്റെ മേലെയായിട്ട് വെച്ച് നോക്കുക. ലെറ്റേഴ്സിന്റെ മേലെയായിട്ട് വെച്ച് നോക്കുമ്പോൾ കോൺവെക്സ് ലെൻസ് ലെഫ്റ്റിലേക്കാണ് നീക്കിയതെങ്കിൽ ലെറ്റേഴ്സ് എങ്ങോട്ടേക്കാണ് നീങ്ങുക, റൈറ്റിലേക്കായിരിക്കും നീങ്ങുക അല്ലെ. കോൺകേവ് ആണെങ്കിലോ ലെഫ്റ്റിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തന്നെയാണ് ലെറ്റേഴ്സ് നീങ്ങുക. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു കോൺകേവ് ലെൻസിനും ഒരു കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും, വേർതിരിക്കാനായിട്ട് പറ്റും. അപ്പം ഇത്രയും ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് നോക്കാം. ഒബ്സർവ് ഫിഗർ 2.5a ആൻഡ് 2.5b. ഈ ഫിഗറും നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 എന്ത് കാണാനായിട്ട് പറ്റും, സ്ഫിയർ കാണാനായിട്ട് പറ്റും അല്ലെ. ഈ സ്ഫിയർ നോക്ക്, ഈ സ്ഫിയറിന്റെ ഇങ്ങനെ വരുന്ന ഭാഗം ഇങ്ങനെയാവുമ്പോൾ എന്താണ്, ഇതൊരു കോൺവെക്സ് ലെൻസ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലെ. അപ്പം ഇങ്ങനെയുള്ളതോ എന്തായിട്ടാണ് കിട്ടുന്നത്, ഒരു കോൺകേവ് ലെൻസും ആയിട്ടാണ് കിട്ടുന്നത് അല്ലെ. ഈച്ച് ലെൻസ് ഹാസ് 2 സർഫേസസ് വെൻ ലൈറ്റ് പാസസ് ത്രൂ ദം റിഫ്രാക്ഷൻ ഒക്കേഴ്സ്. അതായത് കോൺവെക്സ് ലെൻസ് എങ്ങനെയായിരുന്നു, കോൺവെക്സ് ലെൻസ് ഇങ്ങനെയായിരുന്നു അല്ലെ, ഇവിടെ തിക്കും ഇവിടെ എന്താണ് തിന്നറും അല്ലെ. കോൺകേവ് എങ്ങനെയാണ്, ഇവിടെ തിന്നറും ഇവിടെ തിക്കറും അല്ലെ. ഈ കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും 2 സർഫസ് ഉണ്ട് എന്നാ പറയുന്നത്. ഏതൊക്കെയാണത്, ഒന്ന് ഈ ഒരു സർഫസ്, ഈ ഒരു ഭാഗം, രണ്ടാമത്തത് ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ കോൺകേവിനും ഒന്ന് ഈ ഒരു ഭാഗം, രണ്ടാമത്തത് ഈ ഒരു ഭാഗം. നമ്മൾ കോൺകേവ് മിററും കോൺവെക്സ് മിററും വരക്കുമ്പോൾ അല്ലെ, ഇത് കോൺവെക്സ് മിറർ ആണ് അല്ലെ. കോൺവെക്സ് മിററിന് ഒറ്റൊരു സർഫസ് മാത്രമേ ഉള്ളൂ അല്ലെ, ഇത്. അതുപോലെ തന്നെ കോൺകേവ് മിററിനോ ഈ ഒരു ഭാഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെ. പക്ഷെ ലെൻസുകളുടെ കേസിൽ എന്താണ്, 2 സർഫസ് ഉണ്ട് അല്ലെ, 2 സർഫസ് ഉണ്ട്. കോൺവെക്സ് ലെൻസിന് 2 സർഫസ് ഉണ്ട്, കോൺകേവ് ലെൻസിന് എന്തുണ്ട്, 2 സർഫസ് ഉണ്ട്. ഈ 2 ഭാഗങ്ങളിലൂടെയും എന്ത് നടക്കും, ഈ 2 ഭാഗങ്ങളിലൂടെയും റിഫ്രാക്ഷൻ നടക്കും. അതായത് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് വെച്ചും ഈ ഭാഗത്ത് വെച്ചും എന്ത് നടക്കും, റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ ഒരു ലെൻസിന് എത്ര റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്, ഒന്നിത് 2 ഇത്. അപ്പോൾ ഒരു ലെൻസിന് എത്ര റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്, 2 റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്. റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസസ് ആർ പാർട്ട് ഓഫ് സ്ഫിയേഴ്സ് ആണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു കോൺവെക്സ് ലെൻസ് വരക്കാണ് കേട്ടോ. ഒരു കോൺവെക്സ് ലെൻസ് വരച്ച് ഈ ഒരു ലെൻസിന്റെ ഭാഗം കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ ഏകദേശം വട്ടം ശരിയാവില്ല കേട്ടോ, ഇങ്ങനെ വരും. ഇത് ഒരു സ്ഫിയർ ആയിട്ട് കണക്കാക്കാം, ഇത് അടുത്ത ഒരു സ്ഫിയർ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഫിയർ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേറൊരു സ്ഫിയർ. അതുപോലെ തന്നെയാണ് കോൺകേവിൻ്റെയും എങ്ങനെയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഫിയർ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റൊരു സ്ഫിയർ. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത് കേട്ടോ. 2 സ്ഫിയർ ഉണ്ട് അല്ലെ. എന്താണ് പാർട്ട്, റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസ് ആർ പാർട്ട് ഓഫ് സ്ഫിയേഴ്സ്. സോ എ ലെൻസ് ഈസ് എ ട്രാൻസ്പെറന്റ് മീഡിയം ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഈസ് പാർട്ട് ഓഫ് ദി സ്ഫിയർ. ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ് കേട്ടോ, റിഫ്ലക്റ്റിംഗ് അല്ല, റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ് എന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ലെൻസ് എന്താണ്, ഒരു ട്രാൻസ്പെറന്റ് മീഡിയം ആണ്. എന്താണ്, സുതാര്യമായിട്ടുള്ള ഒരു മീഡിയം ആണ് അല്ലെ. നമുക്ക് ലൈറ്റിന് എളുപ്പത്തിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതായത് ട്രാൻസ്പെറന്റ് ആണ്, ഇതിലൂടെ ഇങ്ങനെ കടത്തി വിടാനായിട്ട് പറ്റും. അപ്പോൾ ലെൻസ് ഈസ് എ ട്രാൻസ്പെറന്റ് മീഡിയം ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് ദി സ്ഫിയർ. എന്താണ്, ഈ ഒരു സ്ഫിയറിന്റെ ഒരു പാർട്ടാണ് അല്ലെ. സ്ഫിയറിന്റെ ഒരു പാർട്ട്, റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്ഫിയറിന്റെ ഒരു പാർട്ട് ആണ്. അപ്പൊ ഇത്രയുമാണ്
നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇനി നമുക്ക് ലെൻസസിൻ്റെ കുറച്ച് ലെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് നോക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാണ്ട് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.